So once again, welcome back to your new video guys. ഞാനാണ് മാസ്റ്റർക്രാഫ്റ്റ് XP. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു സാധനമാണ്. അതാണ് ഷെഡേഴ്സ്. അപ്പോൾ ഈ ഒരു ഷെഡേഴ്സ് അൾട്രാ റിയലിസ്റ്റിക് ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 4GB റാമുള്ള ഡിവൈസാണ് നിങ്ങളെ കയ്യിലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ആവുന്നതായിരിക്കും ലോ റെൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഷെഡേഴ്സ് വർക്ക് ആവുന്നത് നമ്മളെ മൈൻക്രാഫ്റ്റിലില്ല. അതേപോലത്തെ ഒരു സിമിലാർ ആപ്പാണ് നമ്മളെ മൈൻക്രാഫ്റ്റ് പാച്ച്. അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതുള്ളത് ഞാനിത് പറഞ്ഞു തരും. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മീഡിയ ഫയറിൻ്റെ. അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ ഡിറ്റോ കോപ്പി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ വർക്ക് ആവുന്ന മൈൻക്രാഫ്റ്റ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതെന്തുവാണ്. അപ്പോൾ ഈ ഷെഡേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഒരു ഷെഡേഴ്സിൻ്റെ ലിങ്ക്. അത് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് മീഡിയ ഫയറിൻ്റെ ലിങ്കാണ്. ഞാൻ അങ്ങനെ ബോറടിപ്പിക്കാനായിട്ട് വലിയ ആഡ്സ് ഉള്ള വെബ്സൈറ്റ് ഒന്നും യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് മീഡിയ ലിങ്കാണ്. അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ അതിനൊരു പാസ്വേഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അതെങ്ങനെ പ്രോസസ്സ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റിൽ നിങ്ങളിവിടെ നിങ്ങൾക്കൊരു പാക്ക് കാണാൻ സാധിക്കും BSL X MCPE. അതിൻ്റെ അകത്ത് വേറൊരു പാക്കുണ്ട്, അതേപോലെ MC പാക്കും ചേർത്ത്. അതിൽ നമ്മൾ എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടെ ഒരു പാസ്വേഡ് ഒരു ചോദിക്കും, അതങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അത് ഈ വീഡിയോയിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വേറൊരു ഫയൽ ഒരു MC പാക്ക്. കഴിഞ്ഞ് അവിടെ ഞെക്കിയിട്ട് വ്യൂവിൽ ആരോ ഞെക്കിയിട്ട് ഇവിടെ മൈൻക്രാഫ്റ്റ് ഫ്രണ്ടിൽ വന്ന് കിടക്കും. പക്ഷേ ഇതല്ല, ഇച്ചിരി താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോവുക. താഴോട്ട് നീക്കി പോകുമ്പോൾ അവിടെ മൈൻക്രാഫ്റ്റ് പാച്ച് കാണാൻ പറ്റും. അതിലൊരു ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് താഴെ പവർഡ് ബൈ മെറ്റീരിയൽ ബിൻ ലോഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലേ ഞെക്കുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് വേൾഡ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ക്രിയേറ്റ് വേൾഡ് അങ്ങ് കൊടുക്കുക. ഇനി താഴോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ റിസോഴ്സ് പാക്കിനകത്ത് കാണാൻ സാധിക്കും ന്യൂബ് എക്സ് നൈറ്റ് ഡ്രീമർ എന്ന് പറയുന്ന ഒരു പാക്ക്. അതങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എക്സ്പെരിമെൻറ്റ്സ് താഴോട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് താഴോട്ട് നീക്കി ബെറ്റ APIs എന്ന് പറയുന്ന ആവശ്യം കണ്ടില്ലേ, അത് മാത്രം അങ്ങ് ടേൺ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് ക്രിയേറ്റ് വേൾഡ് കിടക്കുക. അത് നിങ്ങളെ വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആവുന്നതിന് മുമ്പായി നിങ്ങളെ മുകളിൽ കണ്ട മൈൻക്രാഫ്റ്റിൻ്റെ ആ ഒരു UI ചേഞ്ച് ആയിട്ടുണ്ട്, ന്യൂബ് എക്സ് നൈറ്റ് ഡ്രീമർ എന്ന് ഒന്ന്. അത് നമ്മളെ വേൾഡ് ഇവിടെ ലോഡ് ആവുകയാണ്. ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മനോഹരമായ ഷെഡേഴ്സ് കാണാൻ സാധിക്കും. ഒരു അത്യാവശ്യം 6GB റാം ആണെങ്കിൽ നിങ്ങളെ ഫോണിൽ നല്ല കിഡിലായിട്ട് വർക്കും. അതിൻ്റെ 3GB റാം ആയിട്ട് ലാഗാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനലായിട്ട് കാണുമെങ്കിൽ പ്ലീസ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ. പിന്നെ ഇതുപോലത്തെ ഇനി ഷെഡേഴ്സ് വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 30 ലൈക്സും ഒരു 250 വ്യൂസ് എത്തിക്കുക. നമ്മൾ ഇതുപോലത്തെ ഷെഡേഴ്സ് ഇനി ഇറക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ വൺ ഹിറ്റ് ചെയ്യുന്ന എൻ്റെ ഡ്രാഗൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെയും കണ്ടില്ലെങ്കിൽ അത് ഇപ്പം തന്നെ പോയി കണ്ടോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ വരുന്നുണ്ടാവും. അപ്പം അതിൻ്റെ പാർട്ട് 2 നമ്മൾ ആ വീഡിയോയ്ക്ക് 100 വ്യൂസ് ആയ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അന്നേരത്തേക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഞാൻ പോകുന്നു. ബൈ ബൈ.